ഇ പി ജയരാജൻ പിണറായി വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ.പി. ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട്. അത് ആര് പറഞ്ഞു? ജയരാജൻ അല്ല നേരിട്ട് പറഞ്ഞത്, ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത്. അവിടെ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി.ജെ.പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. നമസ്കാരം. തായ്ക്കണ്ടി കുടുംബത്തിന്റെ വേരറുക്കാൻ അരയും തലയും മുറുക്കി കെട്ടിയിറങ്ങിയ ഉണ്ണിയാർച്ചയാവുകയാണ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതി കഥകളുടെ ഭാണ്ഡം വലിച്ചു പുറത്തിട്ടുകൊണ്ട് ക്രൈമിന് നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവർ നടത്തിയിട്ടുള്ളത്. ദല്ലാൽ നന്ദകുമാർ വഴി BJP-യിൽ ചേരാനെത്തിയ CPM-ലെ പ്രമുഖനായ നേതാവ് ഇ.പി. ജയരാജനാണ് എന്ന് ശോഭ സുരേന്ദ്രൻ ക്രൈമിനോട് തുറന്നടിച്ചു. പിണറായി വിജയനെ മൊത്തത്തിൽ തൊടാനാ പോകുന്നത്. പിണറായി വിജയൻ ആലില് പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത്. മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ്. വീണ, ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ, വീണയെ ചോദ്യം ചെയ്യും, വിളിപ്പിക്കും. കമല വയസ്സുകാലത്ത് കമലയെടുത്തി ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും. ഒരു തർക്കവും വേണ്ട. നിങ്ങളുടെ മകനെ വിളിപ്പിക്കും. നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത്. എന്തുണ്ടാക്കാനാണ് പിണറായി വിജയനെ കമലയിടത്തെയും കൂടിയിട്ട് ഈ കറങ്ങി നടന്നത്? ഇത്രയും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ കരുനീക്കങ്ങളും ദേശീയ ഏജൻസി മുൻപാകെ നിങ്ങൾ എണ്ണി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് നിങ്ങൾ ആരെ വിലക്കെടുത്തിട്ടും കാര്യമില്ല എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ രോമം തൊടാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ്? അല്ല, അത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടാണ്. പിണറായി വിജയനെ മൊത്തത്തിൽ തൊടാനാ പോകുന്നത്. പിണറായി വിജയൻ ആലില് പോലെ വിറച്ചിട്ടാണ് പിരിക്കുന്നത്. മൊത്തത്തിൽ അദ്ദേഹത്തെ തൊടാൻ പോവുകയാണ്. വീണ, ഞാൻ പറയുന്നു മിസ്റ്റർ പിണറായി വിജയൻ, വീണയെ ചോദ്യം ചെയ്യും, വിളിപ്പിക്കും. കമല വയസ്സുകാലത്ത് കമലയെടുത്തി ചോദ്യം ചെയ്യലിന് വിധേയയാക്കപ്പെടും. ഒരു തർക്കവും വേണ്ട. നിങ്ങളുടെ മകനെ വിളിപ്പിക്കും. നിങ്ങളുടെ മകൻ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വലിയ വമ്പൻ മുതലാളിയുടെ വീട്ടിലാണ് നിങ്ങളുടെ മകൻ രക്ഷപ്പെടാനുള്ള ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചകൾ നടത്തിയതിൻ്റെ ഉൾപ്പെടെയുള്ള കിട്ടിയ വിവരങ്ങൾ അത് ദേശീയ ഏജൻസി മുമ്പാകെ കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത്? എന്താ കിട്ടിയത് കേരളത്തിലേക്ക്? തമിഴ്നാട്ടുകാരന് കിട്ടിയിട്ടുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വന്നോ? ഇല്ല. ആന്ധ്രക്കാരനും കർണാടകക്കാരനും ഒക്കെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തിലുള്ള വ്യവസായ പ്രമുഖന്മാർ മുഴുവൻ ഈ നാട് രക്ഷപ്പെടില്ല എന്ന് വിധി എഴുതിക്കൊണ്ട് അവർ പുറം നാടുകളിലേക്ക് ചേക്കേറുകയാണ്. എന്തുണ്ടാക്കാനാണ് പിണറായി വിജയനെ കമലയിടത്തെയും കൂടിയിട്ട് ഈ കറങ്ങി നടന്നത്? ഇത്രയും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബിസിനസ് സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഓരോ കരുനീക്കങ്ങളും ദേശീയ ഏജൻസി മുൻപാകെ നിങ്ങൾ എണ്ണി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് നിങ്ങൾ ആരെ വിലക്കെടുത്തിട്ടും കാര്യമില്ല എന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ തകർക്കാൻ, അതായത് പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ചില ലോബികളുടെയും പ്രവർത്തന ഫലമായിട്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു റോഡ് സൈഡിൽ 20 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ക്രൈമിന് നിങ്ങളൊരു കള്ള ആധാരം, ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന്റെ കോപ്പി ഉണ്ടാക്കി ക്രൈമിന്റെ ഇദ്ദേഹത്തിന് ശ്രീമാൻ നന്ദകുമാറിനെ നിങ്ങളെ ഏൽപ്പിച്ചു. അദ്ദേഹം കിട്ടിയ വാർത്ത, ആ വാർത്ത അദ്ദേഹം ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞു, ആ 20 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ടെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വിറ്റിട്ട് എന്ത് തന്നാൽ മതി? കുറച്ച് കാശ് തന്നാൽ മതി. എനിക്ക് എന്തായാലും ഇല്ലല്ലോ. ദേശീയ പാതയോരത്ത് എനിക്ക് അങ്ങനെ ഒരു ഭൂമിയില്ല. ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് എൻ്റെ 90 വയസ്സ് കഴിഞ്ഞ അമ്മ ജീവിക്കുന്നത്. എൻ്റെ ചേച്ചി കൂലിപ്പണിക്ക് പോവാണ്. അവരെ മുഴുവൻ കാണാൻ പറഞ്ഞു. എൻ്റെ മക്കൾ HR MBA കഴിഞ്ഞ കുട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ ബന്ധുവിന്, എൻ്റെ ചേട്ടൻ്റെ മകന് ഒരു ജോലി ഞാൻ ഒരാളുടെ കാലും പിടിച്ച് റെക്കമെൻഡ് ചെയ്ത് വാങ്ങി കൊടുത്തിട്ടില്ല. എൻ്റെ മകൻ MSc മാത്സ് കഴിഞ്ഞൊരു കുട്ടിയുണ്ട്, അവനൊരു ജോലി വാങ്ങി കൊടുത്തിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും എന്നെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നന്ദേട്ടനൊന്ന് ചെല്ലൂ, എൻ്റെ വീട്ടിൽ പോവും, അവിടെ എൻ്റെ ബന്ധുക്കളോട് ചോദിക്കും ഞാൻ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ചെയ്തിട്ടില്ല. എൻ്റെ 2 മക്കളുണ്ടായി. ഈ 2 മക്കൾക്ക് ഒരു സീറ്റിന് വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ എനിക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ എൻ്റെ ഈശ്വരൻ വരുത്തിയില്ല. എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പനാണ്
എൻ്റെ ജീവിതം തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എൻ്റെ 2 കുട്ടികൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇന്ത്യയിലെ 3 കുട്ടികളിൽ ഒരാളായിട്ടാണ് എൻ്റെ മൂത്ത മകൻ മാറിയത്. ഡൽഹി IIT-യിൽ 6ാം റാങ്കാണ് അവന് കിട്ടിയത്. അത് കഴിഞ്ഞ് അവൻ ജർമ്മനിയിൽ ഒരു ലെക്ചറായിട്ട് ജോലി ചെയ്തു. 18 വയസ്സ് മുതൽ ആ കുട്ടിക്ക് കിട്ടിയ പൈസകൾ മുഴുവൻ ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടി. ഇന്ന് ചെറുപ്പക്കാരങ്ങനെ കൊടുക്കുമോ? അമ്മമാർക്ക് കിട്ടിയ സമ്പാദിച്ച പൈസ മുഴുവൻ അമ്മയ്ക്ക് ചെലവഴിക്കാൻ കൊടുക്കുമോ? എല്ലാം അമ്മയ്ക്ക് തന്നൊരു മകനാണ്. ഈവൻ അമ്മയ്ക്ക് മാനസികമായിട്ട് വ്യക്തിപരമായിട്ടൊരു ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ മോനോട് അമ്മയുടെ കൂടെ നിൽക്കണം, കാരണം അമ്മ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് അമ്മ ശരിയാണ് എന്ന് ബോധ്യം വരുന്ന 2 കുട്ടികൾ. ഒരാൾ നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അയാൾ എൻ്റെ സ്വഭാവമാണ്. കാരണം അയാൾ പറയുന്നത് 100-ൽ 100 മാർക്ക് വാങ്ങലല്ല. യദുലാൽ കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. അവൻ പറയുന്നത് ചേട്ടൻ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, ചേട്ടൻ ഇപ്പോൾ അമേരിക്കയിലുള്ളത്. കാരണം പബ്ലിക് പോളിസി പഠിക്കാൻ ശശി തരൂരിന് ശേഷം അവസരം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ്, ശാസ്ത്രജ്ഞനാണ്, സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് അമ്മയ്ക്ക് ഇടയ്ക്ക് കാണാനൊരു മകൻ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് 100-ൽ 96 മാർക്ക് കിട്ടിയിട്ട് ഞാൻ പറയും, മോനെ എന്താ മോൻ ചേട്ടൻ്റെ സ്കൂൾ ഫസ്റ്റ് ആവാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ചന്ദ്രൻ്റെ സമയത്തും സൂര്യൻ്റെ സമയത്ത് അമ്മ പ്രകാശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിയിട്ടുള്ള മകനാണ്. അപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര തമാശയാണ് തോന്നുക. കാരണം ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി ഒരു 12ഓളം കൂട്ടുകാരുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് വാങ്ങിയ സാധനം നാളെ കാണില്ല. അപ്പം യദു പറയും അതിനെന്താണ്, യദു കഴിച്ചാലും അവർ കഴിച്ചാലും ഒരുപോലെയല്ലേ. യദു എന്നെ മര്യാദയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ്. യദുവിനൊരു ഷർട്ട് വാങ്ങിക്കൊടുത്താൽ യദുവിൻ്റെ ഷർട്ട് പിന്നെ കാണില്ല. പിന്നെ ഏതെങ്കിലും കുട്ടി അവിടെ മൂക്കുതലയിൽ ആ ഗ്രാമത്തിലിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും, കുട്ടാ നീ ഇത് വേറെ വാങ്ങണ്ടേ? അപ്പോൾ അമ്മ വേറെ മേടിച്ചോളൂ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലേ, അമ്മ വേറെ മേടിക്കണം. അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറയാനുള്ളത്, ഒരുപാട് ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി, അതിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പലരും വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് എന്നെ അമ്മ എന്ന് വിളിക്കാൻ 42 കുട്ടികൾ, ഒരു കുട്ടിയെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് സുന്ദരം ഫിനാൻസ് ജപ്തി ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി, 24 വയസ്സുള്ള പെൺകുട്ടി, ഞാൻ മരിക്കണോ ജീവിക്കണോ എന്ന് ചോദിച്ചാൽ എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, മോൾക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട്, മരിക്കാൻ പറ്റില്ല, മോളെ ഞാൻ നോക്കും, ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആ മോൾക്ക് കൈ കൊടുത്തു, അവളെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം അവൾക്കൊരു വീട് കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല. ഞാൻ എല്ലാവർക്കും വീട് കൊടുക്കും ജയിച്ച് MP ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ 1ാമത്തെ പേരുകാരി ആ കുട്ടിയാണ്. 2ാമത്തെ പേര് ആരിഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ്. അവർക്കുള്ളത് ചെറിയൊരു ഭൂമിയാണ്. അത് ആരിഫും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവും കൂടിയിട്ട് ഈ സ്ത്രീയോട് ആ സ്ഥലത്തിന് ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ ആ സ്ഥലം വിട്ട് പോകണം എന്ന് പറയാണ്. ആ സ്ത്രീ വന്ന് കരഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ വിഷ്വലുണ്ട്. ആ വീട്ടിൽ ഞാൻ ചെന്നു. പ്രായപൂർത്തിയായ മകളുണ്ട്. ഞാൻ ആ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചോളൂ, ഇതെൻ്റെ മകൻ ചെയ്തോളും എന്ന് പറഞ്ഞു. അതൊരു വീഡിയോ, ഞാൻ ആരും ഇത് മൊബൈലിൽ പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. എനിക്കത് അങ്ങനെ താല്പര്യമില്ല. ഞാൻ എൻ്റെ കൂടെ പരമാവധി മാധ്യമങ്ങൾ എന്താണ്, ഒരാളോട് നമ്മൾ പേഴ്സണലായിട്ട് കാര്യം പറയുമ്പോൾ അവിടെ വരുന്നത് തന്നെ എനിക്ക് വിഷമാണ്. കാരണം നമ്മൾ എൻ്റെ മോൻ വെച്ച് തരും എന്ന് പറഞ്ഞ് അത് പുറത്ത് വന്നപ്പോൾ എൻ്റെ മോൻ വിളിച്ച് ചോദിച്ചു, അമ്മ എന്താണിത്, ഒരു ഇത്രയും പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ചാനലുകാരോട്? അപ്പം ഞാൻ പറഞ്ഞു, മോനെ എനിക്കറിയില്ല, അവിടെ ആരോ മൊബൈലിൽ പിടിച്ചതാണത്. അത് മൊബൈലിൽ പിടിച്ച് അതൊരു വാർത്തയായി. ആരോ എന്നോട് ചോദിച്ചു, ശോഭ, അതായത് ശോഭാ സുരേന്ദ്രന്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല, എല്ലാം സുതാര്യമാണ് എന്ന. അല്ല, ഞാനിത് എന്തെങ്കിലും അഭിനയിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഞാൻ ഒറിജിനലായിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരാളെ എന്നോട് വന്ന് ചോദിച്ചു, ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ നാളെന്താണ്? അപ്പോൾ ഞാൻ എൻ്റെ നാൾ പറഞ്ഞു. ജനിച്ച സമയം എന്താണ്? ഞാൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് ജാതകം എഴുതാനൊന്നും, കാരണം പ്രസവം നടക്കുമ്പോൾ തന്നെ കുട്ടി വേണോ അമ്മ വേണോ എന്ന് ചോദിക്കുക. വീട്ടിലാണ് പ്രസവം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ മതി, കുട്ടി മരിച്ചാലും കുഴപ്പമില്ല എന്ന്. കാരണം അമ്മയായിട്ടാണല്ലോ അവർക്ക് അറ്റാച്ച്മെൻറ്റ്. എൻ്റെ മൂത്ത ചേച്ചിമാരോടൊക്കെ ഞാൻ എപ്പോഴും പറയും, ഞാൻ മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായ കുട്ടിയല്ലേ എന്ന് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ തമാശയായിട്ട് അവരോട് ചോദിക്കും. നേരത്തെ പറഞ്ഞതിനൊരു അതായത് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളായി നടിച്ചുകൊണ്ട് ചില ആളുകൾ വന്നതായിരിക്കാനാണ് സാധ്യത. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്നെ തകർക്കാനുള്ള ഏറ്റവും വലിയ ടാർഗറ്റ് അവരാണ് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യാജമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, മമ്മൂട്ടി BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ. അപ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ BJPക്ക് വേണ്ടി മമ്മൂട്ടി എവിടെയും വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ആ മൊഡ്യൂളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര പൈസ വേണമെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറെ തകർക്കാനും നശിപ്പിക്കാനുമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, അതായത് അതിന് ഒരു ഓഡിയോ കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യാജമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചവരുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ TG നന്ദകുമാറിൻ്റെ ഒരു തീട്ടൂരവും വേണ്ട.
കാരണം അതിനേക്കാൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ മലപ്പുറം ജില്ലയിൽ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. പാലോളി മുഹമ്മദ് കുട്ടി മുതൽ ഇപ്പോഴത്തെ മിസ്റ്റർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ നന്ദകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറും ശ്രീരാമകൃഷ്ണനും വിജയരാഘവനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മലപ്പുറം ജില്ലയ്ക്കകത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നന്ദകുമാറാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ രണ്ടാക്കി പിളർത്താമെന്നും അതിലൊരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ BJPക്കകത്തേക്ക് കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് ആ പ്രമുഖനായിട്ടുള്ള നേതാവിന് അദ്ദേഹത്തിൻ്റെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്നിരുത്തി ശോഭാ സുരേന്ദ്രനെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ആ പാർട്ടിയെ പിളർത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ആണ് അഖിലേന്ത്യാ തലത്തിൽ ശ്രീമാൻ അമിത്ഷാജി നിയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്തിന്? ഈ പാർട്ടിയിലേക്ക് പുതിയ ആളുകളെ റിസീവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ബാധ്യതപ്പെട്ട ആളാണ് ഞാൻ. അല്ലാതെ മിസ്റ്റർ മറ്റേ അതെ ഞാൻ പറയട്ടെ, മറ്റേ എന്താണ് TG നന്ദകുമാർ, ഈ TG നന്ദകുമാറിനെ അറിയപ്പെടുന്നത് ദല്ലാൽ നന്ദകുമാർ എന്നാണ്. ഈ ദല്ലാൽ നന്ദകുമാർ അല്ല, ഏത് വ്യക്തിയിലൂടെയും ഏത് പ്രഗത്ഭനായിട്ടുള്ള ആളെ പ്രസ്ഥാനത്തിനകത്തേക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു സൂചന വന്നാൽ അത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ എനിക്ക് സംവിധാനമുണ്ട്. ഞാൻ 5 പേരിൽ ഒരാളായിരുന്നു. അമിത്ഷാജി നിയോഗിച്ച മെമ്പർഷിപ്പ് ഡ്രൈവ് ഓൾ ഇന്ത്യ കൺവീനറാണ് ഞാൻ. എനിക്ക് BJPയിലേക്ക് ആര് വരാൻ തീരുമാനിച്ചാലും അവരെ രഹസ്യമായിട്ട് പോയി കാണാനും സംസാരിക്കാനുമുള്ള അനുവാദം ആരാധ്യനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ഇന്നത്തെ കഥയല്ല അദ്ദേഹം പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. പക്ഷേ ആ വ്യക്തിയുടെ പിറകിൽ ഞാൻ പരിശോധന നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ രഹസ്യങ്ങളുടെ ഉള്ളറകൾക്കുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എൻ്റെ പാർട്ടിയിലേക്ക് ഇങ്ങോട്ട് വരാനാണ്, അല്ലാതെ ശോഭാ സുരേന്ദ്രൻ ആരുടെയെങ്കിലും തലകുനിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഈ നന്ദകുമാറിൻ്റെ ഒരു ശുപാർശയുടെയും ആവശ്യം എനിക്കില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഈ ജന്മത്ത് ആര് തപസ്സിരുന്നാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് EP ജയരാജൻ വഴിയാണ് ശോഭാ സുരേന്ദ്രനെ CPMലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായതും. EP ജയരാജൻ പിണറായി വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട്. അത് ആര് പറഞ്ഞു? ജയരാജൻ അല്ല നേരിട്ട് പറഞ്ഞത്, ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത്. അവിടെ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ തന്ത്രപൂർവം പല കാര്യങ്ങളിലൂടെയും ചതിച്ചുകൊണ്ടാണോ ദല്ലാൽ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് EP ജയരാജനാണ്. അത് ശോഭാ സുരേന്ദ്രൻ്റെ പണിയല്ല. ശോഭാ സുരേന്ദ്രൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയും അരികിൽ അങ്ങോട്ടേക്ക് ചെന്ന് ശോഭാ സുരേന്ദ്രന് മാർക്സിസ്റ്റ് ആവണം എന്ന് പറയുമെന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാൾ പോലും ചിന്തിക്കില്ല. അങ്ങനെ വല്ല സ്വപ്നങ്ങളും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സ്വപ്നം കണ്ട ആളുകൾക്ക് സ്വപ്നവുമായിട്ടിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ ആ വരുന്ന ആളുകൾക്കെതിരെ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയൊരു വേട്ടയാടൽ അത് ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല.